മോക്ഷാനന്ദം എങ്ങനെ നേടാം? ലൂക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെ. ധ്യാനത്തിനായിട്ട് 28-ാം വാക്യം. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും ഈ യാതനാസ്ഥലത്ത് വരാതിരിപ്പാൻ അവൻ അവരോട് സാക്ഷ്യം പറയട്ടെ എന്ന് പറഞ്ഞു. പഠിപ്പുണ്ട്, പക്ഷെ പണിയില്ല, പണവുമില്ല, കയറിക്കിടക്കാൻ ഒരു വീടുമില്ല. ഇല്ലായ്മയുടെ പട്ടികയല്ലാതെ മറ്റൊന്നുമില്ല ഈ യുവാവിൻ്റെ മുമ്പിൽ. ഒരു ദിവസം അയാൾ വ്യാകുല പരവശനായി മയങ്ങുകയായിരുന്നു. കാഷായ വസ്ത്രധാരിയായ ഒരു യോഗീശ്വരൻ അയാളുടെ മുമ്പിൽ നിൽക്കുന്നതായി അയാൾ സ്വപ്നത്തിൽ കണ്ടു. സഹോദര, നീ എന്തിനെക്കുറിച്ചാണ് വിഷാദിച്ചിരിക്കുന്നത്? നിനക്കെന്ത് വേണം? യോഗീശ്വരൻ ചോദിച്ചു. എനിക്ക് എവിടെയെങ്കിലും ഒരു പണി കിട്ടിയാൽ മതി, യുവാവ് പറഞ്ഞു. ഉടനെ തന്നെ നിനക്ക് ജോലി കിട്ടും എന്ന് പറഞ്ഞ ശേഷം സന്യാസി അപ്രത്യക്ഷനായി. അദ്ദേഹം പറഞ്ഞതുപോലെ ആ യുവാവിന് ജോലി കിട്ടി. അയാൾ സന്തുഷ്ടനായി. കൈ നിറയെ പണം കിട്ടുന്നു. എങ്കിലും ഒന്നും തികഞ്ഞ് പറ്റുന്നില്ല. പണ്ടത്തെ സ്വാമി ഒന്ന് വന്നിരുന്നെങ്കിൽ എന്നോർത്തുകൊണ്ട് അയാൾ കിടന്നുറങ്ങി. ഉറക്കത്തിൽ സ്വാമി വീണ്ടും പ്രത്യക്ഷനായി ചോദിച്ചു, സ്നേഹിത, ഉദ്യോഗം കിട്ടിയില്ലേ? ഇപ്പോൾ സന്തോഷമായിരിക്കുമല്ലോ. സ്വാമി, എനിക്ക് നല്ല ജോലി കിട്ടി. എങ്കിലും ഒരു നല്ല വീടില്ലാത്തതുകൊണ്ട് അങ്ങയെപ്പോലെയുള്ളവരെ സ്വീകരിക്കുവാനോ സൽക്കരിക്കുവാനോ കഴിയുന്നില്ല. ശരി, ഒരു കൊല്ലത്തിനകം രാജകൊട്ടാരം പോലെയുള്ള ഒരു ഭവനം നിനക്കുണ്ടാകും. ഇത് പറഞ്ഞ ശേഷം സ്വാമി സ്ഥലം വിട്ടു. അദ്ദേഹം പറഞ്ഞതുപോലെ സംഭവിച്ചു. ഉത്തമയായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തു. സൗഭാഗ്യകരമായ ഒരു കുടുംബജീവിതം ആരംഭിച്ചു. പക്ഷേ സമ്പൽ സമൃദ്ധിയും സന്താന ലാഭവുമെല്ലാം ഉണ്ടായിട്ടും ഏതൊന്നിൻ്റെയോ കുറവുള്ളതുപോലെ അയാൾക്ക് തോന്നി. പിന്നെയും മനസ്സ് അസ്വസ്ഥമായി. പണ്ടത്തെ കാഷായ വസ്ത്രധാരി വീണ്ടും സ്വപ്നത്തിൽ പ്രത്യക്ഷനായി കുശലമന്വേഷിച്ചു. സുഖ സൗകര്യങ്ങൾക്ക് ഒരു കുറവുമില്ല സ്വാമി, പക്ഷേ സുഖം മാത്രമില്ല. മനസ്സിന് ശാന്തിയില്ലാതെ എന്തെല്ലാം ഉണ്ടായാൽ എന്താണ് വിശേഷം? യുവാവ് പറഞ്ഞു. മകനെ, ഈ യാഥാർത്ഥ്യം മനുഷ്യനെ പഠിപ്പിക്കുവാനാണ് അവൻ ചോദിക്കുന്ന വരങ്ങളെല്ലാം ദൈവം നൽകുന്നത്. ഈ ജ്ഞാനം കൊണ്ട് ആത്മാവിനെ സ്വതന്ത്രനാക്കുന്നവനാണ് മോക്ഷം ലഭിക്കുന്നത്. മോക്ഷം പ്രാപിക്കുന്നതിന് മാത്രമേ ശാന്തി ലഭിക്കുകയുള്ളൂ. ഇത്രയും പറഞ്ഞ ശേഷം ആ യോഗീശ്വരൻ അപ്രത്യക്ഷനായി. മരണാനന്തരം മനുഷ്യന് ലഭിക്കുന്ന സൗഭാഗ്യകരമായ വാസസ്ഥലമാണ് സ്വർഗം അഥവാ മോക്ഷം എന്ന് ചിലർ കരുതുന്നു. എന്നാൽ ഭാരതീയ ദാർശനികർ മോക്ഷത്തെപ്പറ്റി വിവരിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ്. സംസാരബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ് മോക്ഷം എന്നവർ പറയുന്നു. ഈ മോക്ഷപ്രാപ്തിയാണ് മനുഷ്യൻ്റെ ഐഹിക ജീവിതകാലത്ത് ആനന്ദവും ശാന്തിയും പ്രദാനം ചെയ്യുന്നത്. മോക്ഷപ്രാപ്തിക്കുള്ള മാർഗങ്ങളിൽ പരമപ്രധാനമായിട്ടുള്ളത് ഈശ്വര ധ്യാനമാണെന്ന് സാഖ്യദർശനത്തിൽ ഊന്നി പറയുന്നുണ്ട്. ഏതായാലും മനസ്സ് ദൈവത്തിൻ്റെ വാസസ്ഥാനമായി തീരുമ്പോൾ മാത്രമേ ദുഃഖത്തിൽ നിന്നുള്ള മുക്തി നേടുവാൻ സാധിക്കൂ. മനസ്സ് എവിടെയാണെന്നോ അതിൻ്റെ രൂപം എന്താണെന്നോ നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ മനുഷ്യനെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് മനസ്സാണെന്ന് എല്ലാവർക്കും അറിയാം. മനുഷ്യനെ നിയന്ത്രിക്കുന്ന ആ സ്ഥാനത്ത് ദൈവം വസിക്കുമ്പോൾ ജീവിതം മോക്ഷാനന്ദപൂർണമായി തീരും. മതമെന്നത് മോക്ഷത്തിൽ പോകുവാനുള്ള പാസ്പോർട്ട് നൽകുന്ന ഉപാധിയല്ലെന്നും ഒരു പുതിയ സാമൂഹിക വ്യവസ്ഥിതി കൈവരിക്കുവാനുള്ള മാർഗമാണ് അതെന്നുമുള്ള പാശ്ചാത്യ ദർശനം പൊന്തി വന്നു തുടങ്ങിയതോടെ മനുഷ്യാത്മാവിൻ്റെ മോചനത്തിന് നൽകി വന്നിരുന്ന ഊന്നലിനെ മങ്ങലേറ്റിട്ടുണ്ട്. വ്യക്തിയെ വിസ്മരിച്ച് സമൂഹത്തെ നന്നാക്കുവാനുള്ള ഇന്നത്തെ പോക്ക് ആപൽക്കരമല്ലേ എന്ന് ആലോചിക്കേണ്ടതാണ്. ഓർക്കണമേ, വിഡ്ഢി സമ്പത്തിനെക്കുറിച്ച് സ്വപ്നം കാണുന്നു, വിജ്ഞാനിയോ സന്തോഷത്തെക്കുറിച്ചും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം. ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.